ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി 8ാമത് ശമ്പള കമ്മീഷൻ രൂപീകരിക്കാൻ കേന്ദ്രം തീരുമാനിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കമ്മീഷൻ ചെയർമാനെയും മറ്റംഗങ്ങളെയും ഉടൻ നിയമിക്കുമെന്നും കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഇന്ത്യൻ ബഹിരാകാശ രംഗത്ത് വൻ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിവെക്കുന്ന നിർണായക തീരുമാനങ്ങളുമായി കേന്ദ്ര സർക്കാർ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ 3985 കോടി രൂപ ചെലവിൽ 3ാം വിക്ഷേപണ തറ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൊബിലിറ്റി എക്സ്പോയായ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യും. നാളെ മുതൽ ഈ മാസം 22 വരെ 3 വ്യത്യസ്ത വേദികളിലായി എക്സ്പോ നടക്കും. സ്പേഡെക്സ് ദൌത്യത്തിലെ നിർണായക ഘട്ടമായ ഡോക്കിംഗ് പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി ISRO. 2 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വച്ച് കൂട്ടിയോജിപ്പിക്കുന്ന ഘട്ടമാണിത്. ഇതോടെ സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. തിളക്കമാർന്ന ഈ നേട്ടത്തിൽ ISRO ശാസ്ത്രജ്ഞരെയും ബഹിരാകാശ സമൂഹത്തെയും രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദിച്ചു. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ നാളെ തുടക്കം. ഫെബ്രുവരി 7-നാണ് സംസ്ഥാന ബജറ്റ്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ ജനുവരി 20 മുതൽ 22 വരെയും സംസ്ഥാന ബജറ്റിന്മേലുള്ള ചർച്ച ഫെബ്രുവരി 10 മുതൽ 12 വരെയും നടക്കും. ഡൽഹി തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. മറ്റന്നാളാണ് സൂക്ഷ്മ പരിശോധന. ഈ മാസം 20 വരെ പത്രിക പിൻവലിക്കാം. അടുത്ത മാസം 5-നാണ് തിരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ ഫെബ്രുവരി 8-ന് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 19-ന്. ഈ വർഷത്തെ ആദ്യ മൻ കി ബാത്താണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov ഓപ്പൺ ഫോറത്തിലോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നാളെ വരെ പങ്കുവയ്ക്കാവുന്നതാണ്. മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയതിലൂടെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് സംസ്ഥാനത്തിന്റെ വ്യവസായ മേഖലയുടെ വളർച്ചാ വേഗത കൂട്ടിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിൽ IT കമ്പനി പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. മോട്ടോർ വാഹന വകുപ്പിലെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി മാർച്ച് 31-നകം RC ബുക്ക് ഡിജിറ്റലാക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി ഇറങ്ങുമ്പോൾ തന്നെ ലൈസൻസുമായി പോകാവുന്ന തരം സംവിധാനവും സംസ്ഥാനത്തൊരുക്കും. റോഡ് സുരക്ഷാ ഫണ്ട് ഉപയോഗിച്ച് മോട്ടോർ വാഹന വകുപ്പ് വാങ്ങിയ 20 ബൊലേറോ വാഹനങ്ങൾ കനകക്കുന്നിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മന്ത്രി. നെയ്യാറ്റിൻകര സമാധി വിവാദത്തിൽ ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്ന് നടന്നു. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം കൂടി പുറത്തു വന്നതിനു ശേഷമേ മരണം സ്വാഭാവികമാണോ എന്നതിൽ വ്യക്തത വരികയുള്ളൂ. സംസ്കാര ചടങ്ങുകൾ നാളെ വീട്ടുവളപ്പിൽ നടക്കും. തൃശൂർ രാമവർമ്മപുരത്തെ ചിൽഡ്രൻസ് ഹോമിൽ UP സ്വദേശിയായ 16-കാരൻ അങ്കിത്തിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ 15-കാരനെ വിയ്യൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ ചിൽഡ്രൻസ് ഹോമിലെ കെയർ ടേക്കർമാർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കോളിളക്കം സൃഷ്ടിച്ച തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഷാരോൺ വധക്കേസിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി നാളെ വിധി പ്രഖ്യാപിക്കും. 3 വർഷത്തെ വിചാരണയ്ക്ക് ശേഷമാണ് വിധി വരുന്നത്. കാമുകനായ ഷാരോൺ രാജിനെ പ്രതി ഗ്രീഷ്മ കഷായത്തിൽ വിഷം നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഗ്രീഷ്മയുടെ മാതാവും അമ്മാവനും കേസിൽ പ്രതികളാണ്. മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി നടത്തുന്ന നീറ്റ് UG 2025 പരീക്ഷ പെൻ പേപ്പർ രീതിയിൽ നടത്തുമെന്ന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. OMR അടിസ്ഥാനമാക്കി നടത്തുന്ന പരീക്ഷ ഒരേ ദിവസം ഒറ്റ ഷിഫ്റ്റിലായിരിക്കും നടത്തുകയെന്നും NTA അറിയിച്ചു. ഇന്ത്യ സന്ദർശനം തുടരുന്ന സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തും. സിംഗപ്പൂർ പ്രസിഡന്റ് നാളെ ഒഡീഷ സന്ദർശിക്കും. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡുമായി 3000 കോടി രൂപയുടെ കരാറിൽ ഒപ്പുവച്ച് പ്രതിരോധ മന്ത്രാലയം. നാവികസേനയ്ക്കായി മധ്യദൂര ഭൂതല വ്യോമ മിസൈലുകൾ വിതരണം ചെയ്യുന്നതിനുള്ളതാണ് കരാർ. ഗസ വെടിനിർത്തലും അനുബന്ധ ഉടമ്പടിയുമായി സംബന്ധിച്ച് കാബിനറ്റ് വോട്ടെടുപ്പ് വൈകിപ്പിച്ച് ഇസ്രായേൽ. കരാറിന്റെ ചില ഭാഗങ്ങൾ ഹമാസ് ലംഘിച്ചതായി ആരോപിച്ചാണ് ഇസ്രായേലിന്റെ നടപടി. എന്നാൽ ആരോപണം നിഷേധിച്ച ഹമാസ് വെടിനിർത്തലിന് പ്രതിജ്ഞാബദ്ധമാണെന്ന് അറിയിച്ചു. 2024 എഴുത്തച്ഛൻ പുരസ്കാരം പ്രശസ്ത എഴുത്തുകാരൻ NS മാധവന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു. സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.